മനുഷ്യന്മാരുടെ ജീവിതത്തിലും അടിച്ചു മോനെ എന്ന് പറയുന്നൊരു മൊമെന്റ് ഉണ്ടാവും അല്ലേ, ഒരു പീക്ക് മൊമെന്റ്. 2025 ഡിസംബർ 13 എന്ന് പറയുന്നത് ഇങ്ങ് കോട്ടയത്ത് പാലായിൽ പുളിക്കങ്കണ്ട ഫാമിലിക്ക് അങ്ങനെ ഒരു അടിച്ചു മോനെ മൊമെന്റ് ആയിരുന്നു. ഒന്നല്ല രണ്ടല്ല 3 പേരാണ് ഒറ്റയടിക്ക് ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ജയിച്ചു വന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടാവും. അവരുടെ ഈ പോരാട്ടത്തിന്റെയും അവരുടെ ഈ തിരഞ്ഞെടുപ്പ് കാലത്തിലെ വിശേഷങ്ങളും ക്രിസ്മസും എല്ലാം നമ്മൾ ചോദിക്കാൻ പോകുന്നത്. ബിനു പുളിക്കക്കണ്ടം, ദിയ ബിനു പുളിക്കക്കണ്ടം ആൻഡ് ബിജു പുളിക്കക്കണ്ടം. ആദ്യം തന്നെ ഹാപ്പി ക്രിസ്മസ്. ആദ്യം ചോദിക്കട്ടെ, ഫസ്റ്റ് ഈ ഡിസംബർ 13 നമ്മുടെ റിസൾട്ട് വരികയാണല്ലോ. റിസൾട്ട് വന്ന് 3 പേരും ജയിച്ചു എന്നറിഞ്ഞപ്പോൾ ആ ഒരു മൊമെന്റിൽ നിങ്ങളുടെയൊക്കെ എക്സ്പ്രഷൻ എന്തായിരുന്നു? ആക്ച്വലി സന്തോഷം, ഒരു സന്തോഷം. നിങ്ങളൊരു സ്ഥായി ഭാവക്കാരാണോ? അങ്ങനെയല്ല, ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയമായിരുന്നു. പ്രതീക്ഷിച്ചിരുന്നു, ഓൾറെഡി ഉറപ്പിച്ചു. തലേദിവസം തന്നെ നേരത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടത്തിൽ തന്നെ നോമിനേഷൻ കൊടുക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നു, ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ടായിരുന്നു, വലിയ സന്തോഷമുണ്ടായിരുന്നു. അതിൽ കവിഞ്ഞ ഒരു സർപ്രൈസ്. അതൊക്കെ ഉണ്ട്. എല്ലാം ഞങ്ങൾ ഫുൾ ടൈം ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാ പോലും നമുക്ക് ആ ഒരു 3 പേര് ഒരുമിച്ച് ജയിക്കുമ്പോഴേ നമ്മളിപ്പോ ഞാപ്പം ഒരു പക്ഷേ ബിൻചേട്ടൻ ജയിച്ചു, ബിചേട്ടൻ തോറ്റു എന്നാണ് നമുക്കൊരു സങ്കടം ആവത്തില്ലേ. പക്ഷെ 3 പേരും കൂടി ജയിക്കുമ്പോൾ നമുക്ക് ഓക്കെ, ഇതിപ്പോ നമുക്ക് ഫുൾ ആയിട്ട് സന്തോഷിക്കാൻ പറ്റുന്ന ഏറ്റവും സന്തോഷം മോളുടെ വിജയം തന്നെയാണ്. ആയിരുന്നു സന്തോഷം. അത് ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ജയിച്ച് ശീലായി. ദിയക്ക് എന്നാ തോന്നിയോ ഫസ്റ്റ് ചാനൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായപ്പോ? അതൊരു കണക്കിന് നന്നായും തോന്നിയോ, അതോ ഏതെങ്കിലും പാർട്ടി ബേസിൽ മത്സരിക്കണമായിരുന്നു ആദ്യം, അങ്ങനെ ഒരു തോന്നലുണ്ടായോ? ഇല്ല, സ്വതന്ത്രമായിട്ട് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെയും വെല്ലിച്ചൻ്റെയും കൂടെ മത്സരിക്കാൻ പറ്റിയതാണ് ഏറ്റവും ഒരു വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നത്. ഇത്രയും സന്തോഷം ഉണ്ടായിരുന്നു. എന്താണ് ഇലക്ഷനിൽ നിൽക്കാൻ തീരുമാനിക്കുന്ന ആ ഒരു സമയം എങ്ങനെയായിരുന്നു? എങ്ങനെയാ അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് അതൊരു പെട്ടെന്ന് ഒത്തിരി ഒരു എന്താ പറയുന്ന നിയോഗം പോലെയാണ് ഞാൻ കണക്കാക്കുന്നത്. നേരത്തെ പറഞ്ഞ വയ്ക്കൊന്നും അല്ലായിരുന്നു, ഇതൊരു ഭാഗ്യം പോലെ വന്ന് ചേർന്നു. അപ്പോൾ എന്നോട് നിൽക്കുന്നോന്ന് ചോദിച്ചു. എന്നിട്ട് എൻ്റെ ഡിസിഷനാണ്, നീ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചു, അതിപ്പോൾ എന്താണേലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞുനാളിലെ തൊട്ട് ഞാൻ രാഷ്ട്രീയം കണ്ട ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ്. ഇപ്പം അച്ഛൻ ഇപ്പോൾ 20 വർഷമായിട്ട് കൗൺസിലറാണ്. അപ്പം എനിക്കൊരു വയസ്സുള്ളപ്പോൾ ആദ്യം മത്സരിക്കുന്നത്. അപ്പം അച്ഛൻ്റെ ഒരു ഇലക്ഷനിൽ ആൾക്കാർക്ക് പൂ കൊടുക്കാൻ പോവുകയും മാല കൊടുക്കാൻ പോയതൊക്കെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലൊക്കെ പോകും. അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ വാർഡ് സഭയൊക്കെ ആണെങ്കിൽ ഞാനും പോവുകയും ആൾക്കാർ പറയുന്നതെല്ലാം കേൾക്കുകയും, അല്ലെങ്കിൽ വീട്ടിലെ ആൾക്കാർ വരുമ്പം ആ കൂട്ടത്തിൽ ഞാനും ഇതിൻ്റെ കൂട്ടത്തിലെല്ലാം ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ എനിക്കൊരു അവസരം ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും. പിന്നെ അവിടെ തൊട്ട് അതിൻ്റെ ബാക്കി പെട്ടെന്ന് അങ്ങ് മുന്നോട്ട് പോയിരുന്നു. ഒറ്റ കാര്യം കൂട്ടിച്ചേർക്കട്ടെ, മോൾ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് പഠിക്കാനും കൂടെ പഠിക്കുകയും കൂടെ ചെയ്യും, ഈ കൂടെ പഠിത്തം അവസാനിപ്പിക്കുകയല്ല എന്നുള്ളത്. അതിലും സന്തോഷം തരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു അച്ഛൻ എന്ന രീതിയിൽ ഞാനിത് പൂർണ്ണ ഉള്ള ഒരു നിർബന്ധിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിൽ തന്നെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടിയാണ് ഇവളോട് അത് പറയുന്നത്. അത് നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേദിവസം, നോമിനേഷൻ ഡേറ്റ് തീരുന്നതിൻ്റെ തലേദിവസം. അപ്പോൾ അവൾ ആദ്യം പറഞ്ഞു, അച്ഛൻ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് വീണ്ടും വിളിച്ചു, അച്ഛൻ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ, ഞാനിത് പുതിയതായിട്ട് വരുന്നതാണ്. അത് കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ എനിക്കും ഇഷ്ടമാണ്, കുഴപ്പമില്ല. അതിലെനിക്കൊരു സന്തോഷം, അഭിമാനമുണ്ട്. ദിയക്ക് അച്ഛൻ ചോദിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും മനസ്സിലുണ്ടായിരുന്നോ മത്സരിക്കണമെന്ന്? തന്നെ നോമിനേഷൻ ഡേറ്റ് ആയല്ലോ, അച്ഛനെ തന്നെ ചോദിക്കാതെ ഞാൻ മത്സരിക്കാൻ റെഡി ആയിട്ടിരിക്കാന്ന് അച്ഛൻ അറിയത്തില്ലേ? അങ്ങനത്തെ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നോ, അതോ ടോട്ടലി അൺഎക്സ്പെക്ടഡ് ആയിട്ടാണോ ചോദിച്ചത്? ടോട്ടലി അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല മനസ്സിൽ? ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇച്ചിരി വലിയ കാര്യങ്ങളല്ലേ, എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. തീർച്ചയായിട്ടും ഇവർക്ക് എന്നാ പ്രധാനമായിട്ടും മക്കളെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞങ്ങൾ നേരിട്ട ഒരു ചോദ്യം തന്നെയാണ്. അവർ ചോദിച്ചത് ഇതാണ്, ഞാനും എൻ്റെ സഹോദരനും മോളെ പറഞ്ഞ് പഠിപ്പിച്ചോ? ആ മോളി പറയുന്നു, അവൾ പല കോർണർ മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കപ്പെട്ടു, മോൾ നന്നായിട്ട് സംസാരിക്കുന്നു, നിങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ എന്ന്? സത്യസന്ധമായി പറയട്ടെ, ഞങ്ങൾ ഒരു കാര്യം മോളോട് പറഞ്ഞിട്ടില്ല. മോൾ ഇതെല്ലാം കണ്ടു, അതിൽ നിന്ന് സാംശീകരിച്ചായിരിക്കാം ഞങ്ങളുടെ ഇലക്ഷൻ പ്രവർത്തനത്തിൽ ഏറ്റവും ഞങ്ങൾക്ക് മോളെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ മുന്നോട്ട് പോയി എന്നുള്ള. പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഞാനും എൻ്റെ സഹോദരനും മോളുടെ വാർഡിൽ ഞങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ട വന്നില്ല. മോളുടെ കൂടെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടേ വന്നുള്ളൂ. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ചേട്ടാ ചേച്ചി അമ്മ അവളങ്ങോട്ട് അവരോട് മിങ്കിൾ ചെയ്യുമ്പോൾ ഞങ്ങൾ പുറകെ നിന്നാൽ മതിയായിരുന്നു. ഒരിക്കലും ഞങ്ങൾ അവളെ പുഷ് ചെയ്യേണ്ട ഒരു ആവശ്യമേ വന്നിട്ടില്ല. പിന്നെ ആദ്യ ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട വന്ന ഒരു കാര്യമുണ്ട്, മോൾ അറിയപ്പെടുന്ന മോളുടെ പേര് പൊന്നു എന്നാണ്. അപ്പോൾ പുളിക്കേണ്ടത്തിലെ ബിനുവിൻ്റെ
മോള് പൊന്നു എന്നാണ് എല്ലാവർക്കും അറിയപ്പെടുന്നത്. ആ മോളുടെ പേര് ശരിക്കുള്ള പേര് ദിയ എന്നാണ് ആണെന്ന് അത് ഞങ്ങൾക്ക് മാത്രം പറഞ്ഞു അത് കൊടുത്താൽ ഞങ്ങൾക്ക് മതിയായിരുന്നു. അത് ഞങ്ങൾ അത് പറഞ്ഞു ഇപ്പൊ കൊടുക്കേണ്ടത്. ദിയ എന്നുള്ള പേരൊന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ നോക്കുമ്പോഴേ ഈ ഒരു അടുത്ത 5 വർഷം ഇവിടെ വൻ വികസനമായിരിക്കും, വൻ പരിപാടികളാണ് പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഇപ്പം തന്നെ ഞാൻ പറയുന്നത്, ഞങ്ങൾ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയൊരു വെടി പൊട്ടിച്ചു. നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതാണെങ്കിൽ പോലും നമ്മുടെ ഈ പ്രദേശത്തുള്ളവരാരും നേരിട്ട് ഹാജരാകേണ്ടാത്ത ഒരാവശ്യത്തിന് മുനിസിപ്പാലിറ്റി വരണ്ട. ഇന്ന് തന്നെ കൗൺസിലേഴ്സ് ഓഫീസിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ടാക്സ് അടയ്ക്കുന്നത് ഉൾപ്പെടെ വിവിധ കാര്യങ്ങൾ മുനിസിപ്പാലിറ്റി കയറി, അതായത് നേരിട്ട് ചെല്ലേണ്ട കാര്യങ്ങൾ ഒഴികെ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ ഏൽപ്പിച്ചാൽ മതി. ഈ 50-100 ഓട്ടോറിക്ഷ കൂലി കൊടുത്ത് മുനിസിപ്പാലിറ്റിയിൽ കയറി ഇറങ്ങി നടക്കേണ്ട സാഹചര്യം ഞങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ അതെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചും അല്ലെ ഒരു കൗൺസിലറെ സംബന്ധിച്ച് 1 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യമായിരിക്കും ഒരാഴ്ച ഒരു സാധാരണ ആൾക്കാരല്ലേ കയറി ഇറങ്ങേണ്ടത്. അപ്പോൾ അത്തരം അവരുടെ ചെറിയ കാര്യങ്ങളിലൊക്കെ ഇടപെടുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം, കടമയാണല്ലോ. ചുരുക്കി പറഞ്ഞാൽ പട്ടിയുടെ വേഷം കിട്ടിയാൽ കുറയ്ക്കുക. കൗൺസിലറായാൽ അക്ഷരാർത്ഥത്തിൽ കൗൺസിലറായിരിക്കും, അല്ലാതെ ഇതൊരു ആലങ്കാരിക പദവിയായിട്ട് കൊണ്ടു നടക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. മോക്ക് ചില പരിമിതികൾ കാണും. ഇപ്പം നമ്മളെപ്പോലെ രാത്രി 1 മണിക്കും 2 മണിക്കും 3 മണിക്കും ഒക്കെ ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഒരു ആശുപത്രി ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായാൽ പോകാനൊക്കെ പരിമിതി കാണും. പക്ഷെ അത് ഞങ്ങളുണ്ടല്ലോ. അപ്പം ഞങ്ങൾ കൊടുത്ത നാട്ടുകാർക്ക് കൊടുത്ത ഉറപ്പാണ്. പല തെറ്റിദ്ധാരണകരമായ പ്രചരണം അത് തിരഞ്ഞെടുപ്പിലുണ്ടാകാം. മോള് നാളെ പര്യടനത്തിനകത്ത് വിദേശത്ത് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ആണ്ട് കല്യാണം എല്ലാം നമ്മളോട് ചോദിച്ചു മോള് പോയാൽ, ഞാൻ പറഞ്ഞു മോളെ പോയാൽ പൊക്കോട്ടെ, പോകുന്നില്ല എന്നുള്ളത് വസ്തുത. അയച്ചാൽ എന്ത് ചെയ്യും? അതൊക്കെയായിരുന്നു ഞങ്ങൾ ആകെപ്പാടെ വഴക്കുണ്ടാക്കുന്ന കല്യാണം എന്നൊരു കാര്യം പറയുമ്പോഴേ വഴക്കുണ്ടാക്കാറുള്ളൂ. ചേട്ടനെ തോന്നുന്നു ഇനിയിപ്പോ ഈ നാട്ടില് എന്നാക്ക് ഇവിടെ ചെയ്യണം, അല്ലെങ്കിൽ വാർഡിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം? ഞങ്ങളുടെ രണ്ടുപേരുടെ, എൻ്റെ മോളുടെയും കാര്യം എടുത്താൽ ഞങ്ങളുടെ മുമ്പിൽ ഒരു മാതൃക, ഒരു മഹാമേരുവായിട്ട് ഒരാളുണ്ട്. എൻ്റെ സഹോദരൻ പ്രായം കൊണ്ട് എൻ്റെ 3 വയസ്സ് ഇളയതാണെങ്കിലും പ്രവർത്തനത്തിൽ ഞങ്ങളൊക്കെ ചെറുപ്പം പോലെ രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നവരാണ്. ഇലക്ഷൻ്റെ അന്ന് രാവിലെ 7 മണിക്ക് തുടങ്ങി വൈകിട്ട് 6 മണിക്ക് ഇലക്ഷൻ അവസാനിച്ചു. അവിടെ കൊണ്ട് ബിനുവിൻ്റെ രാഷ്ട്രീയം തീർന്നു. എന്താണെങ്കിലും ബിനു ചെയ്തു തന്ന, ബിനു കാണിച്ചു തന്ന ഒരു മാതൃക അതൊരു പൊതുപ്രവർത്തകർക്ക് ഏതെങ്കിലും സ്വീകരിക്കാവുന്നതാണ്. അതൊക്കെ തീർച്ചയായിട്ടും ഞങ്ങൾക്കും സഹായകരമാകും. രാഷ്ട്രീയം എന്താണ് കോട്ടയത്തെ ക്രിസ്മസ് വിശേഷങ്ങൾ? എങ്ങനെയാണ് നിങ്ങളുടെ ഐഡിയൽ ക്രിസ്മസ് സെലിബ്രേഷൻ? ഞങ്ങൾ ക്രിസ്മസും ഓണവും വിഷുവും എല്ലാം ഒരുപോലെ ആഘോഷമാണോ? അതെ, ഞങ്ങൾ വീട്ടിൽ തന്നെ ക്രിസ്മസ് ആഘോഷിക്കാനും ആളുണ്ട്. ഉണ്ട്, അത് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. അതെ അതെ. പക്ഷെ ആ കൂടെ ഒരു കാര്യം പറയാം, തിരുവോണത്തിൻ്റെ ദിവസങ്ങളിൽ ഞങ്ങളുടെ അയൽവക്കത്തുള്ളതും സ്നേഹിതന്മാരായിട്ടുള്ളവർ അവരുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാറില്ല. അവർ നമ്മളുടെ വീട്ടിലായിരിക്കും എല്ലാവരും. അതുപോലെ തന്നെ ക്രിസ്മസ്, ഈസ്റ്റർ ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിലേക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടക്കം വീട്ടുകാർക്കുള്ളത് ഇങ്ങോട്ട് അതങ്ങനെ ആണ് നമ്മുടെ ഒരു ഞങ്ങൾ വളർന്ന ഒരു സാഹചര്യം. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു പരിചിതം. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നമ്മുടെ ഈ നാട് വിട്ട് പുറത്തേക്ക് MLA, മന്ത്രി, കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ എന്താ കേന്ദ്രം, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചിന്തകളുണ്ടോ? ആരുടെയെങ്കിലും മനസ്സിലാവും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് വേണ്ടി കൂടുതൽ നിൽക്കുക എന്നുള്ളത് കൊണ്ടാണോ? അല്ല, ഞാൻ എന്നെ സംബന്ധിച്ച് 2003 ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിച്ച ഒരാളാണ്. 2003 ഏകദേശം 22 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം ഒരുപക്ഷെ അന്ന് അത് കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു. പക്ഷേ നഷ്ടബോധമില്ല. കാരണം ഞാൻ എന്നെപ്പോലെ അല്ലെങ്കിൽ എന്നെക്കാളും സഫർ ചെയ്ത, അല്ലെങ്കിൽ പൊളിറ്റിക്സിലെ പൊതുജനത്തിന് വേണ്ടി വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ പറ്റാതുണ്ട്. പിന്നെ ഒരിക്കലും ഒരു ഉപജീവനം ആക്കരുത്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമുണ്ട്. മോള് വന്നപ്പം മുതൽ പറഞ്ഞ കാര്യമാണ്, എനിക്ക് പഠിക്കണം, ഇതൊരു തൊഴിലായിട്ടോ അല്ലെങ്കിൽ ഒരു വരുമാന മാർഗമായിട്ട് ഞങ്ങൾ ആരും ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരു പാഠം അതാ. പുള്ളിക്കണ്ട ഫാമിലിക്കും പറയാനുള്ളത് അത് തന്നെയാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ടോട്ടലി അതൊരു പൊതുപ്രവർത്തനമാണ്, ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ഇവിടെ വന്നാലും ഈ നാട്ടിൽ വന്നാലും അറിയാം. കാരണം അത്രയും വികസനം കൊണ്ടുവന്നിട്ടുള്ള ആളുകളുടെ അത്ര ഇടപെടുന്ന ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ക്രിസ്മസ് ആവട്ടെ. ഇനി വരുന്ന 5 വർഷം തകർക്കട്ടെ, ബാക്കി തീരുമാനങ്ങളൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. തീർച്ചയായിട്ടും ഹാപ്പി ക്രിസ്മസ്.